പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകുന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പരസ്യ പ്രതികരണം ശരിയായോ എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും തലസ്ഥാനത്ത് CPM നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ ഉപനേതാവ് സ്ഥാനം, പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം CPIക്ക് ലഭിക്കണം എന്നുള്ള ആവശ്യം ചില CPI നേതാക്കൾ ഉന്നയിച്ച ഒരു സാഹചര്യമടക്കമുണ്ട്. ഇതിൽ കൃത്യമായൊരു പ്രതികരണമാണ് TP രാമകൃഷ്ണന്റെ ഭാഗത്തിനും ഉണ്ടായതിൽ. ഒപ്പം ഈ വമ്പൻ തോൽവിക്ക് പിന്നാലെയുള്ള നേതൃയോഗങ്ങളുടെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും വലിയ അതൃപ്തി തന്നെയാണ് CPI പ്രത്യേകിച്ച് LDF കൺവീനറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപപ്രതിപക്ഷ നേതാവ് പദവി വേണമെന്ന ഒരു നിലപാടുമായി CPI രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അത് അത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് ശരിയാണോ എന്ന് CPI തന്നെ പരിശോധിക്കണമെന്ന നിലപാട് തന്നെയാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നിലവിൽ CPMനേറ്റ പരാജയത്തെ തുടർന്ന് ശക്തമായ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് CPMന് വലിയ രീതിയിലുണ്ടായി. പ്രത്യേകിച്ച് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം വോട്ടുകൾ ചോരുന്ന സാഹചര്യമുണ്ടായ ഘട്ടമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ CPMന്റെ നേതൃയോഗങ്ങൾ ചേരുന്നത്. അല്പസമയം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആരംഭിക്കുന്ന യോഗത്തിലേക്ക്, സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് എത്തുന്ന സമയത്തായിരുന്നു TP രാമകൃഷ്ണന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. CPIക്ക് ഇതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇന്ന് പരാജയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തലാണ് CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുക. ഒപ്പം തന്നെ നാളെ CPM സംസ്ഥാന സമിതിയും ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രാദേശിക തലത്തിൽ നിന്ന് വരെ പരാജയത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന നടപടിയിലേക്ക്, ബ്രാഞ്ച് തലം മുതലുള്ള നടപടിയിലേക്ക് CPM നേതൃത്വം ഇപ്പോൾ വിനീഷ്, ഈ PB യോഗത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡൽഹിയിൽ നടന്ന PB യോഗത്തിൽ പരാജയത്തിന്റെ കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളല്ല, സ്വാഭാവികമായുണ്ടായ ഒരു തിരിച്ചടിയാന്ന രീതിയിലുള്ള ഒരു വിശകലനമാണ് ഉണ്ടായത്, ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. പക്ഷേ അണികൾക്കിടയിൽ, നേതാക്കൾക്കിടയിൽ കൃത്യമായ അതൃപ്തി ആ ഒരു വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരാജയത്തിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് പിണറായി വിജയനെതിരെ ഉയർന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നും ഉയരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ആ വിമർശനങ്ങൾ ഇന്ന് ഒരുപക്ഷെ ഉയർന്നേക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ നടത്തിയ ധാർഷ്ട്യവും ഒപ്പം തന്നെ ചില വിഷയങ്ങളിലെടുത്ത സമീപനവുമാണ് ഇത്തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് CPMന് എന്ന വിലയിരുത്തലാണ് അണികൾക്കിടയിൽ ഉണ്ടാകുന്നത്. അത് പരസ്യമായി തന്നെ അണികൾ വ്യക്തമായ നിലപാടുമായി രംഗപ്രവേശനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് നേതൃത്വത്തിന് അല്ലെങ്കിൽ CPMന്റെ കേഡർ സംവിധാനങ്ങൾ കേൾക്കുന്ന തിരിച്ചടി എന്ന വിലയിരുത്തൽ തന്നെയാണ് CPM നേതൃത്വം വ്യക്തമായി ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പരാജയം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള ആരാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന സംബന്ധിച്ചുള്ള ചർച്ചയും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം CPIക്ക് അർഹതപ്പെട്ടതാണെന്ന നിലപാടുമായി ഇപ്പോൾ CPI രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് അല്പസമയം മുമ്പ് TP രാമകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അത് പരസ്യമായി പറയേണ്ട നിലപാടാണോ എന്ന ചോദ്യമായിരുന്നു TP ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും കടുത്ത അതൃപ്തി തന്നെയാണ് ഈ വിഷയത്തിൽ CPIയുടെ നിലപാടിനെതിരെ കടുത്ത അതൃപ്തി തന്നെയാണ് CPM നേതാക്കൾക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ്, തിരുവനന്തപുരത്ത് നിന്നും വിനീഷാണ് വിശദാംശങ്ങൾ.